ഇന്ന് നമുക്ക് നല്ലൊരു വായിലലിയുന്ന പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് പഴുത്ത പപ്പായ വെച്ചിട്ടാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പപ്പായയുടെ അറ്റം കട്ട് ചെയ്ത് തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തത്തെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ട് അതിനകത്തത്തെ കുരുവെല്ലാം ഒരു സ്പൂൺ വെച്ച് കോരിയെടുത്ത് കളയണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് കഷ്ണം മാറ്റി വെക്കണം. ബാക്കി കഷ്ണങ്ങളെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം. ഇനി ഒരു പാനെടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ജലാറ്റിൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 സ്പൂൺ ജലാറ്റിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായി അലിയുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലോട്ട് നേരത്തെ അടിച്ചു വെച്ച പപ്പായ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നേരത്തെ ഉണ്ടാക്കിയ ജലാറ്റിൻ മിക്സ് ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അതേപോലെ തന്നെ പാലിലോട്ടും ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം. അതിലോട്ട് ഇനി ആദ്യം ഉണ്ടാക്കി വെച്ച പപ്പായ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ പാലിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട്. ആദ്യത്തെ ലെയറിൻ്റെ മേലെ രണ്ടാമത് ഒഴിക്കുമ്പോൾ പതുക്കെ ഒഴിക്കണം, അല്ലെങ്കിൽ അത് ഇളകി പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ 4 ലെയറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും മേലെ ഡെക്കറേഷന് വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ച പപ്പായയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വായിലലിയുന്ന പപ്പായ പുഡിംഗ് റെഡിയായി കിട്ടി. ഇനി ഇത് ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം ലൈക്കും ഷെയറും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.